നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുതുവറയിലുള്ള ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററിനെയാണ്. തൃശ്ശൂർ കുന്നംകുളംകുട്ടി അമല ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പായിട്ട് തൃശ്ശൂരിൽ നിന്നും 7 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് മുതുവറ എന്നുള്ള സ്ഥലം. ഇയാൻ എന്നുള്ള കുട്ടിയുടെ പേര് ഡോക്ടർ അഭിലാഷും വൈഫ് റോസ്മിൻ അഭിലാഷും കൂടി ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഡോക്ടർ ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ ഇവിടെ ആരംഭിക്കുന്നതിനുണ്ടായ ഒരു സാഹചര്യവും അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രവും. നമസ്കാരം. നമ്മുടെ ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ലോകത്തെല്ലാവരും അറിയണം, എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. കാരണം ഒരുപാട് ആവശ്യങ്ങളും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്. റീഹാബിലിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും അത് ഉപകാരപ്പെടുകയുള്ളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കവും അതിൻ്റെ തുടങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞങ്ങളുടെ മൂത്ത മോനാണ് ഇയാൻ എന്ന് പറയുന്നത്. അവൻ്റെ പേര് തന്നെയാണ് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുന്നത്. അവനൊരു സെർബൽ പാൾസി കുട്ടിയാണ്, കോൺട്രിപ്ലീജിക്കാണ്. അപ്പം അവർ ഇയാൻ എന്നുള്ളൊരു പേര് ഇടുന്ന സമയത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ പേര് മാറ്റണം, വേറൊരു പേര് ഇടാന്നൊക്കെ. പക്ഷേ ദൈവം അനുഗ്രഹിച്ച ആ പേരിൽ തന്നെ അവൻ വന്നു. ആ പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ്. സെൻറ്റ് ജോണിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ ഇയാൻ എന്നുള്ള പേര്. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ വളരെ മനോഹരമായിട്ട് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. തുടക്കകാലങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതാണെങ്കിലും തുടർന്നുള്ള കാലങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും ഒരുപാട് എന്നാ പറയുക, നല്ല മനസ്സുള്ള ആൾക്കാരുടെ ആകമഴിഞ്ഞ ഹെൽപ്പ് നമ്മുടെ ഈ യാത്രയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് ഞാൻ പറയുന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വീഡിയോ അവർ കാണുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും. അങ്ങനെ ജീവിതം തുടങ്ങി. മോന് സെർബൽ പാൾസി ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. തുടർന്ന് അറിയാലോ, ഒരു പുതിയ പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ അത് ന്യൂ പേരൻ്റാണ്. ആ പേരൻറ്റിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കിട്ടുന്ന ആദ്യം ജനിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള സാധാരണ ഒരു പേരൻറ്റിനുള്ള കാഴ്ചപ്പാടും സ്വപ്നങ്ങളും എല്ലാം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ കണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്നും മനസ്സിലായി. അത് കഴിഞ്ഞ് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. സങ്കടങ്ങളും നമ്മുടെ എന്നാ പറയുന്നത്, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ, ബുദ്ധിമുട്ടിനെ കുറിച്ചും ഇതെങ്ങനെയായിത്തീരും എന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ലാഗ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ നമ്മളെ കറക്റ്റായിട്ട് കൗൺസിൽ ചെയ്യാനോ കറക്റ്റായിട്ട് നമുക്ക് ഉപദേശങ്ങൾ തരാനോ പറഞ്ഞു തരാനുള്ള സംവിധാനങ്ങളും ആൾക്കാരും ഇല്ലാണ്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഏർലി സ്റ്റേജിൽ ഡൽഹിയിലും പല വലിയ വലിയ ഹോസ്പിറ്റലിലെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്തി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. അത് കഴിഞ്ഞ് മെല്ലെ ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. നാട്ടിൽ നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ ഇല്ല. അങ്ങനെ ഗ്രാജ്വലി ഞങ്ങൾ 2015 ലാസ്റ്റ് 16 ആശ്രയ എന്ന പേരിലാണ് ആദ്യം നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൻ്റെ ആദ്യത്തെ പേര് ആശ്രയ ന്യൂറോ ഡെവലപ്മെൻറ്റ് റിസർച്ച് സെൻ്റർ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2018-19 ലാസ്റ്റോടുകൂടിയാണ് നമ്മൾ ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചത്. കാരണം അത് ആശ്രയം എന്നായിരുന്നു പേര്. അത് മാറ്റിയിട്ട് ഞങ്ങൾ മോൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, അവൻ മൂലമാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നതും അവൻ്റെ ജന്മം ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് തീരുമാനിച്ചത്. കാരണം നമുക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഗിഫ്റ്റഡാണ്. അത് സ്പെഷ്യൽ കുട്ടി ആയാലും അല്ലാത്തവരായാലും എല്ലാവരും ദൈവത്തിന് മുമ്പിൽ ഗിഫ്റ്റഡാണ്. എല്ലാവരും ദൈവത്തിന് മുമ്പിൽ പൂർണ്ണതയുള്ളവരാണ്. അവരെ നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന അവരുടെ കുറവുകളും കാര്യങ്ങളൊക്കെ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് തന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ ജന്മത്തിന് പല അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു ചിന്ത, അതാണ് ഞങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. മുന്നോട്ടുള്ള ജീവിതം മനോഹരമായിട്ട് പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. അപ്പം അങ്ങനെ അവനെ ഒന്നിച്ച് എങ്ങനെ ജീവിക്കാം എന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു റീഹാബ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ നമ്മൾ വന്ന വഴികൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന പേരൻസിനോട് പറഞ്ഞു കൊടുക്കാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം.
അതോടൊപ്പം തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സംവിധാനം ഡെവലപ്പ് ചെയ്തെടുക്കാം ഗ്രാജുവലി അങ്ങനെയാണ് ഡോക്ടേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീഹാബ് ഹോസ്പിറ്റൽ. ഇതൊരു മിനിയേച്ചർ മാത്രമാണ്, ചെറിയൊരു ഫോം ഓഫ് വിഷൻ മാത്രമാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു വിഷൻ ഇനി വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് നടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പം 2020 കൊറോണയുടെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു 2500 കുട്ടികളെ ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് വിടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല പ്രൊഫഷണൽസ്, ഇപ്പം 10-60ഓളം സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നു. കുഞ്ഞ് ഒരു 3 മാസം തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ തൊട്ട് കുട്ടികൾ ഇവിടെ ഡോക്ടറെ കാണാൻ വരുന്നു. അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ തെറാപ്പികളും, അത് കഴിഞ്ഞ് അവരുടെ സ്കൂളിങ് കഴിഞ്ഞ് അവരുടെ ജോബ് ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ പ്ലേസ്മെൻറ്റ്, അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും സാമ്പത്തികമായി സ്വതന്ത്രരായാലാണ് സാമൂഹികമായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് ഒരു മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഇയാൻ ഏബിൾ മാർട്ട് ആയിക്കോട്ടെ, ടെക് ലാബ് ആയിക്കോട്ടെ, ഇയാൻ കഫേ ആയിക്കോട്ടെ, ഇയാൻ തിയേറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ജോലി സാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഗവൺമെൻറ് ഭിന്നശേഷി അവാർഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തേടി വരികയുണ്ടായി. അതും നമുക്ക് വളരെ ഒരു മോട്ടിവേഷനും പ്രചോദനമായി മുന്നോട്ട് പോയി. ഡോക്ടറെ, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ജോബ് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ജോലി സാധ്യത സമൂഹം അംഗീകരിക്കുമോ? അതിനെക്കുറിച്ചൊന്ന്. വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ടേമാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സാധിക്കുമായിരിക്കാം, പക്ഷേ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് കേസായാലും, പീഡിയാട്രിക് ആയാലും, ജന്മനാലുള്ള വൈകല്യങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങളായാലും, വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റോ സ്ട്രോക്കോ അങ്ങനെ വന്നിട്ടുള്ള വ്യക്തികളായാലും, ഇവരെല്ലാം തിരിച്ച് സമൂഹത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് ജോബ് വേണം, സാമ്പത്തികം വേണം, അല്ലെങ്കിൽ അവരുടെ നീഡ്, അവർക്ക് സ്വയം പര്യാപ്തതയിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് വേണം. ഇതാണ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാ കഴിവുകളും ചിലപ്പോൾ കാണിയില്ലായിരിക്കും, പക്ഷെ അവർക്ക് ഉള്ള കഴിവുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 100% അവർ തന്നെ വർക്ക് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മളും അവരോടൊപ്പം തന്നെ. ദൈവം നമുക്ക് എന്തിനാ ഈ അറിവും ശക്തിയും ധൈര്യവും നടക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും തന്നത്? ഇത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും, അവർക്ക് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യും, അവരെ ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങളുടെ ഒപ്പത്തിൽ ജോലിയിൽ അവരെയും കൂട്ടും. അപ്പോൾ അവർക്കും തോന്നും ഞങ്ങളും ഇതിൻ്റെ പാർട്ടാണ് എന്ന് പറഞ്ഞാൽ. ഒരു ജോലി നേടുന്നതിലൂടെ ഓരോ പൗരനും ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു അർത്ഥവും കൂടെ. അപ്പോൾ നമ്മുടെ ഈ മക്കളും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പങ്കാളികളാവുക എന്ന് പറഞ്ഞാൽ അവരുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ഡിഗ്നിറ്റി ഉണ്ടാവുക, അവരെ അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. ഞങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഞങ്ങളും ഈ വ്യവസായത്തിൻ്റെ ഒരു അംഗമാണ്, ഞങ്ങളില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് വരുന്നത് തന്നെ ഞങ്ങൾ ഇയാനിലേക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏബിൾ മാർട്ടിൽ ജോലിക്ക് പോവാണ്, അവരുടെ സാലറി അവരുടെ അക്കൗണ്ടിൽ കിട്ടുന്നു, അപ്പോൾ അതെടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു. കാരണം ഇവർക്ക് സ്പെഷ്യൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീഡൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന പൈസ എത്രയായാലും അത് അവരുടെ ബാങ്കിൽ കിടക്കുകയും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതെടുത്ത് അവർക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അത് കുടുംബത്തിനും ഒരു സമാധാനം, സന്തോഷമാണ്. ഇതാണ് ആക്ച്വലി റീഹാബിലിറ്റേഷൻ. കാരണം നമ്മളാണെങ്കിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സ്വന്തം കാലിൽ വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലാതെ നമ്മൾ എല്ലാ കാലവും നമ്മൾ മക്കളെ ഫീഡ് ചെയ്യുക. ഈ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സാധ്യത വരികയും ചെയ്യും. അവരുടെ അച്ഛനും അമ്മയും നാട്ടുകാരെല്ലാവരും പറഞ്ഞ് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ ചങ്കും പിരിച്ച് നടക്കാനുള്ള, തലയുയർത്തി പിടിച്ച് നടക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അവരുടെ മക്കൾ മറ്റേ മക്കൾക്ക് ജോലി കിട്ടാത്ത സമയത്തും ഇവരുടെ മക്കൾക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട്. ഗവൺമെന്റ് ജോലി സംവരണം ചെയ്ത് ഇപ്പം 2% സംവരണമായിരുന്നു നേരത്തെ, അതിപ്പോൾ 4% ആയിട്ടുണ്ട്. പക്ഷെ
ഞങ്ങളുടെ വിഷൻ വേറെയാണ്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് ജോബ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, സംഭരണ ആ രീതി ആയിക്കോട്ടെ, അതൊരു 4% എന്ന് പറയുന്നത് ഒന്നുമല്ല, അത് തികയത്തില്ല. പക്ഷെ അവർ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ശാരീരിക വൈകല്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയത്തില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഇൻ ഡിസബിലിറ്റിയിൽ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളായിക്കോട്ടെ അത്. കാരണം നമ്മൾ ഇയാനെ ഫോക്കസ് ചെയ്തെല്ലാം ചെയ്യുന്നത്. കാരണം ഇയാൻ ബെഡറിനാണ്, അവന് സംസാരിക്കുകയില്ല, അവന് സ്വന്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ല. അങ്ങനെയുള്ള കൊച്ച് അവനൊരു 20 വയസ്സാകുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കും? അവൻ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആവും? അവന്റെ നീഡ് ആര് കൊണ്ടുവന്ന് നടത്തി തരും? അതാണ് സ്വപ്നം കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ആയാലും അവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദേ വിൽ ബി പെയ്ഡ്. അവർക്ക് പേയ്മെന്റ് ഉണ്ടായിരിക്കും, അവർക്ക് സാലറി ഉണ്ടായിരിക്കും. ആ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം ഇയാൻ ഏബിൾ മാർട്ട് ആയിക്കോട്ടെ, നമ്മുടെ ടെക് ലാബ് ആയിക്കോട്ടെ. ഇയാൻ ഏബിൾ മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ഫെസിലിറ്റിയാണ്. അതിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ നാനാജാതിപ്പെട്ട ഈ പറയുന്ന സാമൂഹിക നിലപാടുകളുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർ അവിടെ വരും. അത് സാമ്പത്തികമുള്ളവർ വരും, സാമ്പത്തികം ഇല്ലാത്തവർ വരും. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് ആൾക്കാർ കമ്പൈൻ ചെയ്ത് വന്നിട്ട് അവരുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മളെ പുറത്തേക്ക് വിട്ടാലാണ് നമ്മളിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും പാമ്പർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവുകളെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിങ്ങനെ വന്നതിന്റെ മെയിൻ കാസ് മോൻ ഉണ്ടായതുകൊണ്ട്, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം, അതിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവരെ തുറന്നു വിടുക. അവർ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. തുടക്കത്തിൽ കുറെ പോരായ്മകളുണ്ടാവും. പക്ഷെ പിന്നെ പിന്നെ ഈ പറയുന്ന മെജോറിറ്റി ഈ പറയുന്ന ന്യൂനപക്ഷത്തെ അംഗീകരിച്ചു തുടങ്ങും. ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ ആകെ 2% ഭിന്നശേഷിക്കാരെ ബാക്കി 98% പോപ്പുലേഷന്റെ ജീവിത രീതികളാണ് പഠിപ്പിക്കുന്നത്. ഈ 2%-നെ 98% ജീവിത രീതി പഠിപ്പിക്കണോ, അതോ 98%-നെ 2% ജീവിത രീതി പഠിപ്പിക്കണോ? നേരെ തിരിച്ചു പഠിപ്പിക്കുന്നതായിരിക്കും എളുപ്പം. ഒരു ഭിന്നശേഷിക്കാരനെ പുറത്ത് വെച്ച് കണ്ടാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അയാൾ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം, അയാളുടെ ബിഹേവിയർ എന്തെങ്കിലും ചെയ്താൽ അതിനെ തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യണം, അയാൾ പബ്ലിക് റോഡിൽ കണ്ടാൽ അയാളെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ചെയ്യണം. ഈ അവയർനെസ് പൊതുജനത്തിന് കൊടുത്താൽ നമ്മുടെ മക്കൾ സുഭിക്ഷമായിട്ട് സുന്ദരമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കും. ഡോക്ടർ, ഇവിടെ ഈ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ജോബ് ട്രെയിനിങ് ഇവിടെ കൊടുക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ കുട്ടികളെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയാൻ ഏബിൾ മാർട്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ടെക് ലാബുമാണ്. പിന്നെ നമുക്ക് ടെക് ലാബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അസംബ്ലിങ്ങും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള വേർഡും പവർ പോയിന്റും ബേസിക് നോളജ് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം. പിന്നെ ഉള്ളത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് പാക്കിംഗ് യൂണിറ്റ്. ഇത് നമ്മുടെ പാക്കിംഗ് യൂണിറ്റ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. നമുക്ക് ചെയ്യാൻ ഏബിൾ മാർട്ട് ഉണ്ട്, അതിലേക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് ഇതാണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി. ഇവിടെ നമ്മൾ സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ടെക് ലാബ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അസംബ്ലിങ്, മാനുഫാക്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ലാബാണിത്. ഒരു സിലബസ് വെച്ച് പഠിപ്പിക്കുക, അല്ല അങ്ങനെ ഒരു ട്രേഡ് പഠിപ്പിക്കുക, അങ്ങനെയല്ല. മറിച്ച് ആ കുട്ടികളെ അസസ് ചെയ്തിട്ട്, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടേഴ്സും ഉണ്ട്, ഇവരെല്ലാം അസസ് ചെയ്തിട്ട് അവരുടെ സ്കില്ല് ഏതിലാണ് ഏറ്റവും നല്ലതെന്ന് നോക്കിയിട്ട് അതൊരു തൊഴിലാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ്, ഒരു വർഷത്തെ കോഴ്സ് എടുക്കുക, അങ്ങനത്തെ സംഭവമല്ല. മറിച്ച് കൊച്ചിന് എവിടെയാണോ അഭിരുചിയുള്ളത് അതിലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അത് അവനെ ജീവിത തൊഴിലായിട്ട് ജീവിച്ചു പോകാനുള്ള സാഹചര്യം. അതിനിപ്പം നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഏബിൾ മാർട്ടാണ്. അവിടെ പാക്കിങ് വരും, സാധനങ്ങൾ ലേബലിംഗ് വരും, ബില്ലിങ് വരും, അതോടൊപ്പം തന്നെ അതിൻ്റെ അക്കൗണ്ടിങ്, അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ക്ലീനിങ്, പിന്നീട് സാധനങ്ങൾ
മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത് അത് സെല്ല് ചെയ്ത് അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വീടുകൾ വഴി, അല്ലെങ്കിൽ ഹോം ഡെലിവറി നടത്തുക. ഹോം ഡെലിവറി ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ കുട്ടികളെ നമ്മൾ പ്ലേസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സോഷ്യൽ വർക്കേഴ്സും മറ്റ് ടീച്ചേഴ്സും ഉണ്ടാവും. ഇവരെ ഒറ്റയ്ക്കല്ല ഇവരുടെ യാത്രയിൽ മുന്നോട്ട് പോവുക. അവർ വൺസ് 100% ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നുന്ന കേസുകൾ മാത്രമാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടാറുള്ളൂ. അങ്ങനെ പോയാലും നമ്മുടെ ഒബ്സർവേഷൻ പുറത്ത് ഇവിടെ വന്നിട്ട് പോയി ഒരു 4-5 പേര് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. 2 പേര് ഇപ്പോൾ ഒരു റെയിൽവേയിലും ഒരാൾ എനിക്ക് തോന്നുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പുറത്ത് പോയി ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ എനിക്ക് തോന്നുന്നത് ഇതിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ബേക്കിംഗ് യൂണിറ്റ് ബേക്കറിയിൽ. അതുപോലെ തന്നെയാണ് നമ്മളും ഇപ്പോഴും കുറച്ച് പേര് നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാനിൽ തന്നെ കുറച്ച് പേര് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 പേര് ഇപ്പം ജൂലൈയിൽ ഇയാനിലേക്ക് പ്ലേസ്ഡ് ആവും. ഇനി ഇപ്പം വരുന്ന നമ്മുടെ ഏബിൾ മാർട്ടിലേക്കും ടെക് ലാബിലേക്കും അതുപോലെ തന്നെ ഇയാൻ കഫേ ഉണ്ട്. ഇപ്പോൾ താഴെ നമ്മളൊരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് പോവുക. ഇവർക്കൊരു നിശ്ചിത വരുമാനം മന്ത്ലി ലഭിക്കുന്ന രീതിയിൽ ഇവരെ എങ്കിൽ മാത്രമേ ഇതിനൊരു അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കോഴ്സ് പഠിപ്പിച്ച് കുറേ ഡിഗ്രി എടുപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മളിപ്പം 18 വയസ്സിന് ശേഷം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ റിക്വസ്റ്റ് ഫോം ഉണ്ട്, അതിൽ അയക്കാൻ പറ്റും, ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഫോൺ നമ്പറുണ്ട്, അതിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്യേണ്ട 2 രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഡയറക്റ്റ് വരാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് നമുക്ക് സ്കൂളിൽ വന്നിട്ട്, ലോക്കൽ അല്ല 2 ഉണ്ട്, വെളിയിലുള്ളവർക്കും ഉണ്ട്, നേരിട്ട് വരാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നേരിട്ട് വരാൻ പറ്റുന്നവർ ഇവിടെ വന്നിട്ട് 2 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് ഉണ്ടാവും, അതിനുശേഷം അവർക്ക് പ്ലേസ്മെൻറ്റ്. അതല്ലാത്തവർക്ക് ഇതിൻ്റെ എന്നാ പറയുക, നമ്മുടെ ഏബിൾ മാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമാകാൻ പറ്റും. അത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് അവർക്ക് മന്ത്ലി അവർക്ക് കിട്ടും. അതാണ് 2 രീതിയിലുള്ള. അവിടെ നമുക്ക് ഫിസിക്കലി ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഒരു പങ്ക് അവർക്ക് പോയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ വഴി അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇയർലി അവരുമായിട്ടുള്ള ഒരു ഗ്യാതറിങ്, അവരുടെ പ്രൊമോഷൻ കാര്യങ്ങൾ, അങ്ങനെ ഒരു പ്രോസസ്സാണ് അതങ്ങനെയുള്ളത്. അപ്പം മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ലോക്കലായിരിക്കില്ല. കാരണം ഇതിൻ്റെ ഒരു ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ടും പലരും പല ജില്ലയിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനോ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഈ 2 സംവിധാനങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നത്.